ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലേവർക്കും സ്വാഗതം. നമ്മളിന്ന് മെക്കാനിക്കൽ റിവ്യൂ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സ്കോഡയുടെ ഒരു വാഹനമാണ്. അതെ, സ്കോഡ സ്ലാവിയ. അപ്പോൾ ഈ ഒരു സ്ലാവിയയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. മെക്കാനിക്കൽ സൈഡ് ആണെങ്കിലും അത് കണക്ക് തന്നെ ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ കുറേ കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. സ്ലാവിയ എന്ന് പറഞ്ഞാൽ സ്കോഡയുടെ ഒരു നല്ല സെഡാനാണ് തീർച്ചയായിട്ടും. അപ്പം വലിയൊരു വാഹനമാണ്, അത്യാവശ്യം വെയിറ്റുള്ള വലിയൊരു വാഹനമാണ്. പക്ഷേ ഈ ഒരു സ്കോഡ സ്ലാവിയയ്ക്ക് ഒരു അപരനുണ്ട്, അല്ലെങ്കിൽ വേറൊരു വാഹനത്തിൻ്റെ അപരനാണ് സ്കോഡ സ്ലാവിയ എന്ന് പറയും. അതായത് നമ്മുടെ വെർച്ചസ് ഉണ്ടല്ലോ, അതായത് ഫോക്സ് വാഗൺ വെർച്ചസ്, അതിൻ്റെ രണ്ടും ഒരേ പ്ലാറ്റ്ഫോം, ഒരേ എഞ്ചിൻ, ആ ഒരു 1.5 ആണെങ്കിലും 1 ലിറ്റർ ആണെങ്കിലും എല്ലാം, TSI ആണെങ്കിലും എല്ലാം ഒരേ സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു സ്ലാവിയയ്ക്കും വെർച്ചസിനും വരുന്ന ഒരു വ്യത്യാസം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ യാത്രാസുഖത്തിൻ്റെ കേസ് കേട്ടാണ്. അതായത് വെർച്ചസിനെ സംബന്ധിച്ച് വെർച്ചസ് എപ്പോഴും ഒരു ഡ്രൈവേഴ്സ് കാർ എന്നുള്ള രീതിയിലായിരിക്കും, പെർഫോമൻസ് ബേസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇത്തിരി സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ സ്ലാവിയയിലോട്ട് വരാൻ നേരത്ത് ഇതൊരു പാസഞ്ചർ കാർ എന്നുള്ള സെറ്റപ്പിലായിരിക്കും. അതായത് നിങ്ങൾക്ക് ദീർഘദൂര യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും വെർച്ചസിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ സ്ലാവിയയിലായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൻ്റെ എഞ്ചിൻ സൈഡിലോട്ട് വരാം. എഞ്ചിൻ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഹുഡ് തുറക്കാം. നമ്മളെ ഫോക്സ് വാഗൺ വണ്ടികൾക്ക് വരുന്ന കണക്ക് തന്നെ ആ ഒരു ഹുഡ് തുറക്കുന്ന ആ ഒരു സെറ്റപ്പിലാണ്. നമ്മളെ പോളോയും വെൻഡോയിലൊക്കെ വരുന്ന ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. അപ്പം ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് വലിയൊരു എഞ്ചിൻ ക്യാബിനിൽ ചെറിയൊരു ഈ എഞ്ചിൻ, ആ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൻ്റെ എഞ്ചിൻ സൈഡിലോട്ട് വരാം. എഞ്ചിൻ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഹുഡ് തുറക്കാം. നമ്മളെ ഫോക്സ് വാഗൺ വണ്ടികൾക്ക് വരുന്ന കണക്ക് തന്നെ ആ ഒരു ഹുഡ് തുറക്കുന്ന ആ ഒരു സെറ്റപ്പിലാണ്. നമ്മളെ പോളോയും വെൻഡോയിലൊക്കെ വരുന്ന ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. അപ്പം ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് വലിയൊരു എഞ്ചിൻ ക്യാബിനിൽ ചെറിയൊരു ഈ എഞ്ചിൻ, ആ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പുനലൂരാണ്. ഇപ്പോൾ സമയം വെച്ചാൽ 4:17. സൂര്യൻ നിൽക്കുന്നത് കണ്ടോ? ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ നമ്മളെ സ്ഥലത്തൊക്കെ എങ്ങനെയാണോ നിൽക്കുന്നത് അത് കണക്കാണ് നിൽക്കുന്നത്. വിയർത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുനലൂരുകാരുടെ അവസ്ഥ. നമ്മൾ എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 178 NM ടോർക്ക് വരുന്ന, 114 BHP വരുന്ന, 999 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു എഞ്ചിനാണ്. കുഞ്ഞൊരു എഞ്ചിനാണ്, ചെറിയൊരു എഞ്ചിനാണ്, 3 സിലിണ്ടറാണ് ഈ ഒരു വാഹനം. ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസത്തോട് കൂടി വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ടൈമിംഗ് വരുന്നത് വെച്ചാൽ ബെൽ ഡ്രൈവ് ആണ്. കൃത്യമായിട്ട് എല്ലാ 80,000 1 ലക്ഷത്തിന് ഇടയിൽ കൃത്യമായിട്ട് മാറാൻ ശ്രദ്ധിക്കേണ്ട ഒരു എഞ്ചിനാണ്. GD എഞ്ചിനാണ്, ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത്. ഈ ഒരു എഞ്ചിന് മൈലേജ് ഞാൻ ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പം എൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ 20-19ഒക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ലോങ് പോകാൻ നേരത്ത് ഒരു 14-13 ഷട്ടിലിന്, അതായത് സിറ്റി ഡ്രൈവിന് 7-8ഒക്കെയാണ്. ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ, GD എഞ്ചിൻ ആയിരുന്നു പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ഒരു GD എഞ്ചിൻ ആകുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം, GD എഞ്ചിൻ ആകുമ്പോഴത്തേക്ക് ഗുണമെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള, അതായത് ചെറിയ RPMൽ നല്ല രീതിയിൽ ടോർക്ക് കിട്ടാനും അത് കണക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജിലേക്കും അത് കണക്ക് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെയധികം GD സംവിധാനം സഹായിക്കും. പക്ഷേ ഇതിൽ വരുന്ന വലിയൊരു വിഷയം എന്ന് വെച്ചാൽ ഇല്ലറ്റ് വാൽവുകൾക്കിടയിൽ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വളരെയധികം ചാൻസ് കൂടുതലൊരു സംവിധാനമാണ് GD സംവിധാനം. ഇഞ്ചക്ടേഴ്സ് നേരിട്ട് എഞ്ചിനിൽ ചെന്ന് ഇന്ധനത്തിന് എത്തിക്കുന്നു എന്നുള്ളതാണ്, അതായത് ഇന്ധനത്തിന് സ്പ്രേ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടർബോയിൽ നിന്ന് വരുന്ന ലൈൻ വരുന്നത്. ഈ നേരെ വന്നിട്ട് നമ്മുടെ ഇല്ലറ്റ് മാനിഫോൾഡിലോട്ടാണ് പോകുന്നത്. ഈ കാണുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ MAP സെൻസറാണ്, മാനിഫോൾഡ് ആബ്സൊല്യൂട്ട് പ്രഷർ സെൻസറാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഇവിടെ വരുന്ന എയറിന് ഈ കാണുന്നുണ്ട്, ഇതൊരു കൂളറാണ്, നമ്മളെ ഇൻ്റർകൂളർ പോലെ പ്രവർത്തിക്കുന്ന ഒരു കൂളറാണ്. ഇത് വാട്ടർ കൂൾഡാണ്. ഈ ഒരു വാട്ടർ കൂൾഡ് സംവിധാനം വഴി തണുത്ത എയർ തണുക്കാന്ന് വെച്ചാൽ അങ്ങ് തണുത്ത് മരവിക്കുക എന്നുള്ളതൊന്നുമില്ല, ആ ഒരു ടെമ്പറേച്ചർ, അതായത് ടർബോയിൽ നിന്ന് വരുന്ന കൂടിയ ടെമ്പറേച്ചറോട് കൂടി വരുന്ന ആ ഒരു എയറിനെ തണുപ്പിക്കുക എന്നുള്ളതാണ്. മാക്സിമം തണുപ്പിച്ച ശേഷം നേരെ എഞ്ചിനിലേക്ക് ഓടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സംവിധാനത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് സർവീസിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകോട്ട് വലിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു സംവിധാനത്തിന് വരുന്ന തകരാറ് നമ്മളെ എഞ്ചിനെ പെട്ടെന്ന് തന്നെ കേടാക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗങ്ങളൊക്കെ മാറുകയോ റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുകയോ ചെയ്യേണ്ടി വന്നാൽ നിർബന്ധമായിട്ടും ചെയ്യണം. അതിന് ഒരു മാറ്റവും വരുത്തരുത്.
ഈ ഒരു വാഹനത്തിൻ്റെ വാക്കം പമ്പ് ഇതാ ഇവിടെ വരുന്ന ഇത് കണ്ടോ, ഇത് കണക്കൊരു ഇലക്ട്രിക്കൽ വാക്കം പമ്പാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഇതിൻ്റെ കൂളിംഗ് സംവിധാനത്തിലോട്ട് വരുമ്പോഴത്തേക്ക്, അതായത് ലിക്വിഡ് കൂളിംഗ് സംവിധാനത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു സിംഗിൾ ഫാനോട് കൂടി, വലിയൊരു സിംഗിൾ ഫാനോട് കൂടി വരുന്ന വലിയൊരു റേഡിയേറ്ററാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. സർവീസിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും റേറ്റ് കുറവാണ് എന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. പിന്നെ ഫോക്സ് വാഗനേക്കാൾ ഒരല്പം റേറ്റ് കുറവ് സ്കോഡയ്ക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അപ്പം ധാരണ തെറ്റിദ്ധാരണയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലിട്ടോ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. നമ്മളൊരു എഞ്ചിൻ്റെ ശബ്ദം കേട്ടോ, ആ ഒരു കിരികിരി ശബ്ദം, ഇത് ഹൈ പ്രഷറിലാണ് ഇതിൻ്റെ ഫ്യൂവലിനെ കംപ്രസ് ചെയ്ത് പ്രഷർ ചെയ്ത് ഇഞ്ചക്ടർ വഴി ഈ ഒരു ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു, ഈ ജി ഡിയുടെ ഏറ്റവും വലിയൊരു പോരാക്കുറവ് അത് മെക്കാനിക്കൽ സൈഡിൽ, അതായത് ഇതിൻ്റെ ഏതെങ്കിലും ഹൈ പ്രഷർ ചെയ്ത ഫ്യൂവലിന്, അതായത് പെട്രോളിന് ഹൈ പ്രഷർ ചെയ്യുന്ന ഏതെങ്കിലും ലൈനിൽ ഏതെങ്കിലും രീതിയിലുള്ള ലീക്കോ മറ്റോ വന്നല്ല, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ CRD സിസ്റ്റത്തിൽ വരുന്ന കണക്കുള്ള സെൻസേഴ്സും അത് കണക്ക് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ലീക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ CRD സിസ്റ്റത്തിൽ എന്താണോ സാധാരണ സംഭവിക്കാൻ സാധ്യതയുള്ളത് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ ഒരു GD എഞ്ചിനും വരും. ഇനി നമ്മൾ ഈ ഒരു വണ്ടിയുടെ സൈഡ് വശത്തിലൂടെ വരാം. അപ്പം ഡോറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ വലിയ ഒരു ഡോറാണ് വരുന്നത്. ഏകദേശം 90 ഡിഗ്രി എന്നുള്ള സെറ്റപ്പിൽ തുറക്കുന്നൊരു ഡോറാണ്. അത് കണക്ക് തന്നെ അത്യാവശ്യം വലിയൊരു എൻട്രൻസ് ആണ്. പ്രായമുള്ളവർക്ക് കയറി ഇറങ്ങാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. വലിയ എൻട്രൻസ് ആണെങ്കിലും ഈ ഒരു സെഡാൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പൊക്കക്കുറവ്, അതായത് ഈ ഒരു ഹൈറ്റിൻ്റെ, അതായത് എൻട്രൻസിൻ്റെ ഹൈറ്റ് കുറവ് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിക്കും. പിന്നെ ഇതിൽ ഉള്ളിലോട്ട് കയറിയിരുന്നാൽ അത്യാവശ്യം, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഈ ഒരു വാഹനം ഇട്ടേക്കുന്നത്, വാഹനത്തിൻ്റെ സീറ്റ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ ഞാൻ സാധാരണ ഹൈറ്റ് ഇത്തിരി പൊക്കിയിടുന്നതാണ്. കസ്റ്റമർ, വണ്ടിയുടെ ഓണർ താത്തിട്ടിരുന്ന ഒരാളാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും അത്യാവശ്യം മാന്യമായൊരു ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. വളരെ രസമുള്ള ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഈ ഒരു വാഹനത്തിൽ നിന്ന് കയറി ഇറങ്ങുന്ന കാര്യം ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രായമുള്ളവരെ സംബന്ധിച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. കാര്യം സെഡാൻ എന്ന് പറയുന്ന വാഹനത്തിനെ സംബന്ധിച്ച് അത്യാവശ്യം പൊക്കം കുറവുള്ളൊരു വാഹനമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ കോ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ വരുന്നത്. ഇത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്ത രീതിയിലുള്ള സീറ്റാണ്. ഞാൻ ഇപ്പം എൻ്റെ പൊസിഷനിൽ തന്നെയാണ് ഈ ഒരു സീറ്റ് ഇട്ടേക്കുന്നത്. നല്ല രീതിയിലുള്ള ലെഗ് റൂമും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹെഡ് റൂം എന്ന് വെച്ചാൽ അന്യായമായിട്ടൊരു ഹെഡ് റൂം നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. കോ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര രസമാണ് കേട്ടോ. ഇരിക്കുന്നു കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. നമുക്കിനി ബാക്കിൽ കൂടെ നോക്കാം, പാസഞ്ചറിന് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ബാക്കിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളൊരു വണ്ടിയുടെ ബാക്ക് ഡോറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് മുൻ ഡോറിനേക്കാൾ കുറച്ചും കൂടെ ചെറിയൊരു ഡോറാണ്. ഇത് തുറന്നു കഴിയുമ്പോഴത്തേക്ക് എൻട്രൻസ് പക്ഷേ അത്യാവശ്യം വലിപ്പം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ പിൻഭാഗത്ത് കയറി ഇറങ്ങുന്ന കാര്യത്തിൽ കുറച്ചൊന്നും ബുദ്ധിമുട്ടായിരിക്കും. അതായത് പ്രായമുള്ള ആൾക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു സീറ്റ് എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷനിൽ ഞാൻ മാക്സിമം ഇട്ടേക്കാണ്. നല്ല രീതിയിലുള്ള, അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും അത്യാവശ്യം മാന്യമായൊരു ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രലിലോട്ട് ഇരിക്കുന്നവർക്ക്, ഇപ്പോൾ ഈ ഒരു മോഡലിന് ബാക്കിലോട്ട് AC വെൻ്റൊന്നും നൽകിയിട്ടില്ല. സെൻട്രലിലോട്ട് ഇരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇതിൽ സെൻട്രൽ ടണൽ അത്യാവശ്യം വലിയ പൊക്കമൊന്നും ഇല്ലാതെയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ എന്നെ കണക്ക് വലിയൊരാളാണെങ്കിലും സെൻട്രലിൽ ഇരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏറ്റവും സൈഡിലാണെങ്കിലും ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ വരുന്നത്. പിന്നെ ഏറ്റവും പിൻഭാഗത്തിരിക്കുമ്പോഴത്തേക്ക് സീറ്റ് ഒരിത്തിരി കുഴിഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻഭാഗത്തെ കാഴ്ചകൾ ഈ ഫ്രണ്ട് സീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ മറയ്ക്കും. ഒരു ഇപ്പോൾ വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവർക്ക് ചിലപ്പോൾ ടെൻഡൻസി കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും പിൻഭാഗത്തിരിക്കുമ്പോൾ. ഇതാണ് നമ്മളുടെ വണ്ടിയുടെ ഓണർ ഷെഹിൻ. ഷെഹിനെ, ഇപ്പോൾ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. ഷെഹിന് 1.5 വർഷം മുമ്പ് കണ്ടപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വരാമെന്ന് പറഞ്ഞതാണ്. 1.5 വർഷത്തിന് ശേഷമാണ് ഈ ഒരു വണ്ടിയുടെ വീഡിയോ എടുക്കാനായിട്ട് വരുന്നത് അല്ലേ? ഇടയ്ക്ക് വിളിച്ചിട്ട് ദാ വരുന്നു പറയും. പുനലൂരിലെ ചൂട്, എൻ്റെ പൊന്നെ, അന്യായ ചൂട് കേട്ടോ, ചൂടാണ്. പിന്നെ ഈ ഒരു വണ്ടി എന്തുകൊണ്ടാണ് ഷെഹിൻ എടുക്കാൻ തീരുമാനിച്ചത്? ഒരു ജർമ്മൻ വണ്ടി എടുക്കാൻ ആഗ്രഹിച്ചു. പിന്നെ TSI പെർഫോമൻസ്, കംഫർട്ട് എല്ലാം നോക്കി എടുക്കാൻ തീരുമാനിച്ചതാണ്. എങ്ങനെയാണ് ഷെയിൻ ഈ ഒരു വണ്ടി, ഈ ഒരു TSIയുടെ പവറൊക്കെ 1 ലിറ്റർ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്, TSIയുടെ പവറൊക്കെ ഷെയിൻ വിചാരിച്ചാണ് കിട്ടുന്നുണ്ടോ? TSIയുടെ പവർ കിട്ടുന്നുണ്ട്, എന്നാലും കമ്പയറബിൾ വെർച്യൂസിൻ്റെ അത്രയൊന്നും പെർഫോമൻസ് ഇല്ല. എന്നാൽ പോലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു വണ്ടിയിൽ മൈലേജ് ഒക്കെ കമ്പനി ചിലപ്പം പറയുന്നത് വെച്ചാൽ 19, 18, 20 പറയുന്നത്. യഥാർത്ഥത്തിൽ 40,000 കിലോമീറ്റർ ഓടി ഈ ഒരു വണ്ടിയിൽ ഷെയിൻ എത്രയാണ് മൈലേജ് കിട്ടിയേക്കുന്നത്? നമുക്ക് ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ ഒരു 14-15 വരെ കിട്ടും. ലോങ് പോകുമ്പോൾ ഓക്കെ. സിറ്റി ഡ്രൈവിലാണെങ്കിൽ ഒരു 10-10-നകത്തൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കംഫർട്ടിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഷെയിൻ എങ്ങനെയാണ്, അതായത് എത്രത്തോളം ഹാപ്പിയാണ്? കംഫർട്ട് നല്ല ഹാപ്പിയാണ്, അടിപൊളി കംഫർട്ടബിൾ ആണ്. കമ്പയറബിൾ ബാക്കി വണ്ടികളെക്കാളെല്ലാം നല്ല കംഫർട്ടബിൾ ആണ്. ഈ ഒരു വണ്ടി ഉപയോഗിച്ചതിൽ ഷെഹിന് തോന്നിയിട്ടുള്ള
ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും, അതായത് ഇന്നത് വേണമായിരുന്നല്ലേ, ഇന്ന കണക്ക് ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയ ഒരു നെഗറ്റീവ്, അത് കണക്ക് ഇത് അടിപൊളിയാണ് സൂപ്പറാണെന്ന് തോന്നിയിട്ടുള്ള ഒരു പോസിറ്റീവ് അങ്ങോട്ട് പോയി. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ മെയിൻ നെഗറ്റീവ് ഇതിൻ്റെ സീറ്റ് ഇപ്പോൾ ഒരാൾക്ക് ഇച്ചിരി പ്രായമായവർക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ ചെറുപ്പക്കാർക്ക് കുഴപ്പമില്ല, പ്രായമായവർക്ക് ഇരുന്നാൽ നല്ല സുഖമാണ്, പക്ഷെ എണീക്കാൻ ബുദ്ധിമുട്ടുണ്ട്. യാത്രയ്ക്കൊക്കെ പക്കാണ്, പക്ഷേ ഇരുന്നിട്ട് എണീക്കുമ്പോൾ ആ കുഴിഞ്ഞ ഭാഗത്തുനിന്ന് എണീക്കുന്ന പോലെ. അതെ. പിന്നെ മൈലേജ് ഒരു 15 എങ്കിലും ആവറേജ് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, 14-15 ഉണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, വണ്ടിയിൽ ഏറ്റവും ഹാപ്പി എന്ന സംഭവം എന്താണ്? കംഫേർട്ട്, പിന്നെ ലുക്ക് വൈസ് ബെറ്റർ പെർഫോമൻസ് എല്ലാം ഹാപ്പിയാണ് അല്ലേ? അപ്പോൾ എന്തായാലും വളരെ താങ്ക്സ് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നതിനും അത് കണക്ക് തന്നെ നമ്മളോട് ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിനും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ ഒരു വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് 195/65-15 ആണ്. അതായത് ഡ്രം സൈസ് ഈ ഒരു അലൈ വരുന്നത് 15 സൈസാണ്. ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ്. ഇതിൻ്റെ മുൻവീലുകളാണ് ഈ ഒരു വാഹനത്തിന് മുമ്പോട്ടും പിറകോട്ടും ചലിപ്പിക്കുന്നത്. ഇതിൻ്റെ ബ്രേക്കിംഗ് സംവിധാനം മുൻഭാഗത്ത് വരുന്നത് വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ്. സിംഗിൾ വിഷ്ബോണ്ടാണ് സസ്പെൻഷൻ വരുന്നത്. അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ലോവർ ആം, ടയർ റോഡ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ഷോക്ക് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഷോക്കിൻ്റെ ഒരു അസംബ്ലിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു സാധാരണ ടിപ്പിക്കലായിട്ടുള്ള ഒരു സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. പക്ഷേ ഫോക്സ് വാഗനേക്കാൾ കുറച്ചും കൂടെ സ്മൂത്താണ് എന്നുള്ളത്. ഷോക്ക് അബ്സോർബർ സ്റ്റിഫ് അല്ല എന്നുള്ളതാണ് മുൻഭാഗത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൽ വരുന്നത് വെച്ചാൽ ഡ്രം ബ്രേക്കാണ്. ടയർ സൈസും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അത് കണക്ക് തന്നെ ഡെഡ് ആക്സൽ അല്ലെങ്കിൽ ടെസ്റ്റ് ബീമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തായിട്ട് കമ്പനി നൽകിയിരിക്കുന്നത്. ഒരു ടിപ്പിക്കൽ ടൈപ്പ് സസ്പെൻഷൻ തന്നെയാണ്. ഷോക്ക് വിത്തൗട്ട് കോയിൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്ത് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളൊരു വണ്ടിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കാല് കൊടുക്കുന്നതിനനുസരിച്ച് അവ ഇങ്ങനെ ചെറുതെന്നും പറഞ്ഞ് കയറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളൊരു വണ്ടിയുടെ ഒരു പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വണ്ടി ഒരിക്കലും ചവിട്ടി തേച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. അതായത് വണ്ടിക്ക് പെർഫോമൻസ് കാണിക്കും, GD ആണ്, TSI ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു 990 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഈ ഒരു കൊച്ച എഞ്ചിനായിട്ട് ചവിട്ടി തേക്കാൻ ശ്രമിക്കരുത്. കാരണം വെച്ചാൽ മാക്സിമം പവർ ഔട്ട്പുട്ടൊക്കെ തരാനുള്ള രീതിയിലാണ് ഈ ഒരു വാഹനം കമ്പനി ഇറക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാജുവലി കാല് കൊടുത്ത് റേസ് ചെയ്ത് കയറ്റി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് വണ്ടി കാല് കൊടുത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കോഡ സ്ലാവിയയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. ഡ്രൈവിങ്ങിനേക്കാൾ കൂടുതൽ യാത്രാസുഖമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഡ്രൈവിങ്ങിന് സുഖമില്ല എന്നുള്ളതല്ല, പക്ഷേ എന്നാലും യാത്രയ്ക്കാണ് കുറച്ചും കൂടെ ഒരു രസം ഈ ഒരു വാഹനത്തിൽ. എന്തെന്നൊക്കെ പറഞ്ഞാലും ഇപ്പം ഞാൻ വന്നതിൻ്റെ ഐശ്വര്യമാണ്. മഴ പെയ്യാൻ തുടങ്ങി, കാണിച്ചു കൊടുക്കാം കണ്ടോ, മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഇല്ലെങ്കിൽ നമ്മളെ വിളിച്ചാൽ വന്ന് ഇങ്ങനെ നമുക്ക് മഴയൊക്കെ പെയ്യിപ്പിച്ച് തരും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.